കണക്കുകൾ കൂട്ടിയും കിഴിച്ചും ജീവിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. പക്ഷേ ഈ കണക്ക് കൂട്ടലുകൾ തെറ്റിയാലോ നാം എന്തു ചെയ്യും? നമ്മളാകെ അസ്വസ്ഥരാവുകയാണ്, ഉത്കണ്ഠാകുലരാവുകയാണ്, എന്തു ചെയ്യണമെന്നറിയാതെ പതറിപ്പോവുകയാണ്. മനുഷ്യന് കണക്കുകൂട്ടലുകൾ തെറ്റിയെങ്കിലും ദൈവത്തിനും കണക്കുകൂട്ടൽ തെറ്റിയതായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം പറയുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിക്കുകയാണ്. കർത്താവിൻ്റെ ഹൃദയം വേദനിച്ചു എന്ന് ഉൽപ്പത്തി 6:6 പറയുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിലും നാം കാണുന്നത് ഇത് തന്നെയല്ലേ? അവിടെയും ആ അപ്പനും അമ്മയ്ക്കും തൻ്റെ മകളുടെ കല്യാണം വളരെ മനോഹരമായിട്ട് നടത്തുവാൻ കണക്ക് കൂട്ടലുകൾ ഉണ്ടായിട്ട്, പക്ഷേ അത് തെറ്റിപ്പോയി, വീഞ്ഞു തീർന്നു പോവുകയാണ്. അപമാന ഭാരത്താൽ തളർന്നു പോകുന്ന ആ നിമിഷത്തിൽ ആ കുടുംബത്തിലെ മാതാപിതാക്കൾ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുകയാണ്. അമ്മ തൻ്റെ മകനോട് പറയുവാൻ ആവശ്യപ്പെടുകയാണ്. ജീവിതത്തിൽ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുമ്പോൾ നമ്മൾ കൂട്ടിയും ഗുണിച്ചും ഹരിച്ചുമൊക്കെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അത് തെറ്റിപ്പോകാറുണ്ട്. അത് കൈകാലിട്ടടിച്ച് നിലവിളിക്കുകയല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുക, തമ്പുരാനോട് പറയുക. അവിടുന്ന് നിൻ്റെ രോദനം കേൾക്കാൻ, നിൻ്റെ കണക്കുകൂട്ടുകൾ ശരിയായ രീതിയിൽ കൊണ്ടുവരുവാൻ അവിടുന്ന് എപ്പോഴും താല്പര്യനാണ്. ചിത്രകാരൻ മനോഹരമായൊരു ചിത്രം വരച്ചു. തിരമാലകൾ ഉയർന്നു വരുന്ന കടലിൻ്റെ ഉള്ളിൽ മനോഹരമായ ഒരു പാറ. തിരമാലകൾ വളരെ ശക്തിയോടുകൂടെ വന്ന് ഈ പാറയിൽ വന്ന് ആഞ്ഞടിച്ച് ചിതറിപ്പോവുകയാണ്. പക്ഷേ ആ പാറയുടെ മറുഭാഗത്തിലെ പൊത്തിൽ ഒരു കുഞ്ഞു കിളി സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു. ആ കിളിക്ക് ഉറങ്ങുവാൻ സാധിച്ചത് എന്താണെന്നറിയാമോ? ഈ തിരമാലകൾ എത്ര ശക്തിയോടുകൂടെ വന്ന് ഈ പാറക്കല്ലിൽ ആഞ്ഞടിച്ചാലും ഈ പാറയെ തകർക്കാൻ അതിന് കഴിയില്ല എന്ന ഉത്തമമായ വിശ്വാസം ആ കുഞ്ഞു കിളിക്കുള്ളതുകൊണ്ടാണ് ആ പാറയുടെ മറുഭാഗത്തെ പാറയുടെ പൊത്തിൽ സ്വസ്ഥമായിട്ട് ആ കുഞ്ഞുകിളി ഉറങ്ങിയത്. പ്രിയ സഹോദര, സഹോദരി, നിൻ്റെ ജീവിതത്തിലും കണക്കൂട്ടലുകൾ പിഴയ്ക്കുമ്പോൾ അസ്വസ്ഥരാകാതെ, ശക്തനായ ഒരു ദൈവം എനിക്കുണ്ട്, ആ ദൈവം എന്നെ താങ്ങും, ആ ദൈവം എന്നെ ശക്തിപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ നീ ആയിരിക്കുക. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കുവാനാവാത്ത വിധം അടുത്ത കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്നെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിന്നെ ചേർത്ത് പിടിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.